നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻ്റർനാഷണൽ ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ ഒരു പോർഷനായിട്ടുള്ള ഗ്ലോബൽ ടാക്സ് എൻവയോൺമെൻറ്റ് എന്താണെന്നാണ്. ഗ്ലോബൽ ടാക്സ് എൻവയോൺമെൻറ്റ് ഫോർ ഇൻ്റർനാഷണൽ ബിസിനസ് ദ നീഡ് ടു ഓപ്പറേറ്റ് ഇൻ മെനി ലൊക്കേഷൻസ് മേക്സ് ടാക്സ് മാനേജ്മെൻറ്റ് ഡിഫിക്കൾട്ട് ആൻഡ് കംപ്ലൈയിങ് വിത്ത് ദ ടാക്സ് ലോസ് ഫാർ ഫ്രം ഈസി. അതായത് ഒരു ഇൻ്റർനാഷണൽ ബിസിനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ലൊക്കേഷൻസിൽ അല്ലെങ്കിൽ ഏരിയാസിൽ ഇരുന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇൻ്റർനാഷണൽ ബിസിനസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഈ ഏരിയാസിൽ എന്താ പറയുക, നമ്മളുടെ ടാക്സ് ലോസും ഡിഫറെൻ്റ് ആയിരിക്കും. അതായത് ഒരു കൺട്രിയിലെ ടാക്സ് ലോ ആയിരിക്കില്ല വേറൊരു കൺട്രിയിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ ബിസിനസ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ലൊക്കേഷനിൽ ഇരുന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ടാക്സ് ലോസുകൾ ഡിഫറെൻ്റ് ആയതുകൊണ്ട് തന്നെ അത് മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൾട്ടായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതുകൂടാതെ തന്നെ ലിറ്ററലി തൗസൻഡ്സ് ഓഫ് ടാക്സ് ലോസ് ചേഞ്ചസ് അറൗണ്ട് ദ വേൾഡ്. ടാക്സ് ലോസ് ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഈ ഡിഫറെൻ്റ് ആയിട്ടുള്ള ലൊക്കേഷനിൽ ഇരുന്നുകൊണ്ട് ഈ ടാക്സ് മാനേജ്മെൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൾട്ടായിട്ടുള്ളൊരു കാര്യമാണ്. അതാണ് ഈ ഗ്ലോബൽ ടാക്സ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഇതിൽ പറയുന്നത്. പിന്നെ അത് കൂടാതെ തന്നെ നമ്മളുടെ ഈ നാഷണൽ ടാക്സ് അതോറിറ്റീസ് എന്ത് ചെയ്യുന്നു, ടാക്സ് റീഫോംസ് പെർസ്യൂ ചെയ്യുകയും അതേപോലെ തന്നെ ടാക്സ് റെഗുലേഷൻസ് പാലിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, കർശനമായിട്ടുള്ള റെസ്ട്രിക്ഷൻസ് വെക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളുടെ ഗ്ലോബൽ ടാക്സ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് ഈ റാപ്പിഡ്ലി ചേഞ്ചിങ് ആയിട്ടുള്ളൊരു എന്താ പറയുക ഒരു എൻവയോൺമെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ മാനേജ്മെൻറ്റിന് അതിൻ്റെ ചലഞ്ചസ് ഫുള്ളി മീറ്റ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ ഒരു അഡ്വാൻസ്ഡ് ഓട്ടോമേഷൻ സിസ്റ്റം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇൻ്റർനാഷണൽ ബിസിനസ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് അത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ അതാണ് ഈ ഗ്ലോബൽ ടാക്സ് എൻവയോൺമെൻറ്റിൽ പറയുന്നത്. ഡിഫറെൻ്റ് ആയിട്ടുള്ള ലൊക്കേഷൻസിൽ ഇരുന്ന് ഇൻ്റർനാഷണൽ ബിസിനസ് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ആ കൺട്രീസിൽ അല്ലെങ്കിൽ ആ ലൊക്കേഷൻസിലുള്ള ടാക്സ് എൻവയോൺമെൻറ്റും ഡിഫറെൻ്റ് ആയിരിക്കും. സോ അത് മാനേജ് ചെയ്യാൻ എന്താണ് ഡിഫിക്കൾട്ടാണ്. അതുകൊണ്ട് തന്നെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഓട്ടോമേഷൻ സിസ്റ്റം എന്ത് ചെയ്യുക, ഈ ഇൻ്റർനാഷണൽ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് കോമ്പറ്റീറ്റീവ് എൻവയോൺമെൻറ്റ് എന്താണെന്ന് നോക്കാം. The competitive environment involves customer service, stakeholders recognition, employee service and concern for the environment. അതായത് ഈ കോമ്പറ്റീറ്റീവ് എൻവയോൺമെൻറ്റിൽ കസ്റ്റമർ സർവീസ്, അതേപോലെ സ്റ്റേക്ക് ഹോൾഡർ റെക്കഗ്നിഷൻ, എംപ്ലോയി സർവീസ് ഇതൊക്കെ ഇൻവോൾവ് ചെയ്യുന്നതാണ് ഈ ഒരു കോമ്പറ്റീറ്റീവ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഈ എക്കണോമിസ്റ്റുകൾ പറയുന്നുണ്ട് ഒരു കൺട്രിയിൽ ഒരു കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ളൊരു എൻവയോൺമെൻറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ആ കൺട്രിയുടെ ഹെൽത്തിന് വളരെ നല്ലതാണ്. പിന്നെ ആ ഒരു കൺട്രിയിൽ നിലനിൽക്കുന്ന ബിസിനസ്സുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഗ്രോത്ത്, അതേപോലെ തന്നെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, അതേപോലെ ജോബുകൾ ജനറേറ്റ് ചെയ്യുക, പിന്നെ സിറ്റിസൻ്റെ വെൽഫെയർ, അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇതൊക്കെ ഇൻക്രീസ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഒരു ഹെൽത്തിയർ ആയിട്ടുള്ള ഒരു കോമ്പറ്റീറ്റീവ് എൻവയോൺമെൻറ്റ് ഒരു കൺട്രിയിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു കൺട്രിക്ക് എന്താണ് ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ളൊരു ഗ്രോത്ത് കൊണ്ടുവരാൻ സാധിക്കും. അതാണ് നമ്മളുടെ കോമ്പറ്റീറ്റീവ് എൻവയോൺമെൻറ്റിൽ പറയുന്നത്. പിന്നെ 2019 കോമ്പറ്റീറ്റീവ് റാങ്കിങ് ഓഫ് കൺട്രീസ് പ്രകാരം എന്താ പറയുക, നമ്മൾ കൺട്രീസിന് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഈ ഒരു എൻവയോൺമെൻറ്റിൻ്റെ ബേസിൽ അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക ആ ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ആ ഒരു ഗ്രോത്തിൻ്റെ ബേസിൽ എന്ത് ചെയ്തിട്ടുണ്ട്, റാങ്ക് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് റാങ്കിൽ വരുന്നത് സിംഗപ്പൂരും, സെക്കൻഡ് ഹോങ്കോങ്, തേർഡ് യുണൈറ്റഡ് സ്റ്റേറ്റ് ആൻഡ് ഫോർത്ത് സ്വിറ്റ്സർലാൻഡ് ആൻഡ് ഫിഫ്ത്ത് UAE ആണ്. ഇങ്ങനെയാണ് ഈ 5 പൊസിഷൻ വരുന്നത്. ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യ മെയിൻറ്റെയിൻ 43rd റാങ്ക്, അതായത് 43ാമത്തെ സ്ഥാനത്താണ് എന്താ പറയുക നമ്മളുടെ ഇന്ത്യ നിലനിൽക്കുന്നത് എന്ന് പറയുന്നു. ഓക്കെ, ദെൻ നമുക്കിനി എന്താണ് നാച്ചുറൽ എൻവയോൺമെൻറ്റ് എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. നാച്ചുറൽ എൻവയോൺമെൻറ്റ് മീൻസ് all living and non-living things occurring naturally on earth. അതായത് നമ്മളുടെ ഭൂമിയിൽ എന്താ പറയുക നാച്ചുറലായിട്ട് വരുന്ന ജീവനുള്ളതും ജീവനില്ലാത്തതുമായിട്ടുള്ള എല്ലാത്തിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നാച്ചുറൽ എൻവയോൺമെൻറ്റ് എന്ന് പറയാൻ പറ്റും. ഈ നാച്ചുറൽ എൻവയോൺമെൻറ്റ് പറയുന്നതിന് മുന്നേ തന്നെ ഇവിടെ എർത്തിനെ കുറിച്ചിട്ട് ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് എർത്തിനെ ഇവിടെ എർത്ത് ഓർ ഹോം എന്നാണ് പറയുന്നത്. ഇത് നമ്മളുടെ സൂര്യനിൽ നിന്ന് 3ാമത്തെ പ്ലാനറ്റാണ്. അതേപോലെ തന്നെ അതിൻ്റെ റേഡിയസ്, അതേപോലെ തന്നെ ഇറ്റ് ഈസ് ദ 5th ലാർജസ്റ്റ് ഓൺ ദ പ്ലാനറ്റ്സ് ഇൻ ദ സോളാർ സിസ്റ്റം. അങ്ങനെ എർത്തിനെ കുറിച്ചിട്ട് എന്താ പറയുക വാട്ടർ, സർഫേസ്, ഓർബിറ്റ്സ്, അങ്ങനെ എർത്തിനെ കുറിച്ചിട്ട് കുറേ കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എഴുതണം എന്നുണ്ടെങ്കിൽ ആദ്യം നാച്ചുറൽ എൻവയോൺമെൻറ്റ് എന്താണെന്ന് എഴുതുന്നതിന് മുന്നേ നമുക്ക് എർത്തിനെ കുറിച്ചും നേച്ചറിനെ കുറിച്ചിട്ടും ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ വേണമെങ്കിൽ കൊടുക്കാം. അത് കഴിഞ്ഞിട്ടാണ് ഇതിൽ നാച്ചുറൽ എൻവയോൺമെൻറ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ
ഒരു എന്താ പറയുക ഒരു ഭൂമിയിൽ നാച്ചുറലായിട്ട് വരുന്ന ജീവനുള്ളതും ജീവനില്ലാത്തതും, അതായത് ലിവിങ്ങോ നോൺ ലിവിങ്ങോ ആയിട്ടുള്ള എല്ലാത്തിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നാച്ചുറൽ എൻവയോൺമെൻറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഈ നാച്ചുറൽ എൻവയോൺമെൻറ്റിനെ മെയിനായിട്ട് 2 ആസ്പെക്ട്സ് ആണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഈസ് എക്കോളജിക്കൽ യൂണിറ്റ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് നാച്ചുറൽ റിസോഴ്സസ് ആൻഡ് ഫിസിക്കൽ ആസ്പെക്ട്സ്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, എക്കോളജിക്കൽ യൂണിറ്റ് ആണ്. അതിൽ വരുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെജിറ്റേഷൻ, മൈക്രോ ഓർഗാനിസം, സോയിൽ, റോക്സ്, അറ്റ്മോസ്ഫിയർ ആൻഡ് നാച്ചുറൽ ഇവൻറ്റ്സ്. ഇതൊക്കെയാണ് നമ്മളുടെ ഈ പാരിസ്ഥിതികമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ എക്കോളജിക്കൽ യൂണിറ്റ്സിൽ വരുന്നത്. നേരെ മറിച്ച് നമ്മളെ നാച്ചുറൽ റിസോഴ്സസ് ആൻഡ് ഫിസിക്കൽ ആസ്പെക്ട്സിൽ വരുന്നത് ക്ലൈമറ്റ്, എയർ, വാട്ടർ, എനർജി, റേഡിയേഷൻ, ഇലക്ട്രിക് ചാർജ്, ഇതൊക്കെയാണ് നമ്മളുടെ നാച്ചുറൽ റിസോഴ്സസ് ആൻഡ് ഫിസിക്കൽ ആസ്പെക്ട്സിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് നാച്ചുറൽ എൻവയോൺമെൻറ്റ് നമുക്ക് മനസ്സിലായി. ഇനി അതിൻ്റെ ഡീഗ്രഡേഷൻ എന്താണെന്ന് നോക്കാം. ഡീഗ്രഡേഷൻ ഓഫ് നാച്ചുറൽ എൻവയോൺമെൻറ്റ് മീൻസ് റിഡക്ഷൻ ഇൻ ദ ക്വാളിറ്റി ഓഫ് എൻവയോൺമെൻറ്റ് ഡ്യൂ ടു മാൻമെയ്ഡ് ആൻഡ് നാച്ചുറൽ ഫാക്ടേഴ്സ്. അതായത് മാൻമെയ്ഡ് ആയിട്ടുള്ള മനുഷ്യനിർമ്മിതമായിട്ടോ അല്ലെങ്കിൽ നാച്ചുറൽ ഫാക്ടേഴ്സോ മുഖേന നമ്മളുടെ ഈ എൻവയോൺമെൻറ്റിൻ്റെ ക്വാളിറ്റി കുറയുന്നതിനെ അല്ലെങ്കിൽ ക്വാളിറ്റി റിഡ്യൂസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ അല്ലെങ്കിൽ ആ ഒരു പ്രവണതയാണ് എന്തെന്ന് പറയുന്നത്, ഡീഗ്രഡേഷൻ ഓഫ് നാച്ചുറൽ എൻവയോൺമെൻറ്റ്. അതായത് നമ്മളുടെ നാച്ചുറിൻ്റെ ക്വാളിറ്റി കുറയുക. മാൻമെയ്ഡ് ആയിട്ടുള്ള കാരണങ്ങളായിരിക്കാം, നാച്ചുറൽ ഫാക്ടേഴ്സ് ആയിരിക്കാം. അതായത് ഓവർ പൊല്യൂഷൻ, ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് റിസോഴ്സസ്, ഹാംഫുൾ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ, ലാൻഡ് ഫിൽസ്, ഇൻക്രീസ് ഇൻ ഡിഫോറസ്റ്റേഷൻ, എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ, ഇംപ്രോപ്പർ ലാൻഡ് യൂസ് ആൻഡ് നാച്ചുറൽ കോസസ്. ഇങ്ങനത്തെ ഓരോരോ കാരണങ്ങൾ മൂലം നമ്മളുടെ നാച്ചുറിൻ്റെ ക്വാളിറ്റി കുറയുന്നതിനെയാണ് ഡീഗ്രഡേഷൻ ഓഫ് നാച്ചുറൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. ഇനി ഈ ഡീഗ്രഡേഷൻ ഓഫ് നാച്ചുറൽ എൻവയോൺമെൻറ്റിൻ്റെ ഫലം എന്ന് പറയുന്നത് തന്നെ നമുക്കറിയാം. ഇത് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ഒരു നെഗറ്റീവ് എഫക്റ്റാണ് ഇതുകൊണ്ട് ഉണ്ടാകുന്നത്. ഈ ഡീഗ്രഡേഷൻ മൂലം മനുഷ്യർക്ക് പോവർട്ടി, അറ്റ്മോസ്ഫിയറിക് ചേഞ്ച്, അതേപോലെ ബയോഡൈവേഴ്സിറ്റിയുടെ ലോസ്, ഓസോൺ ലെയറിൻ്റെ ഡിപ്ലീഷൻ, അങ്ങനെ എന്താ പറയുക മൊത്തത്തിൽ നമ്മളുടെ എന്താ പറയുക സാമൂഹികമായിട്ടുള്ള വ്യവസ്ഥ മൊത്തത്തിൽ എന്ത് ചെയ്യുകയാണ്, നശിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ എൻവയോൺമെൻറ്റൽ ഡിഗ്രഡേഷൻ എന്ന് പറയുന്നത് എന്താണ്, നെഗറ്റീവ് എഫക്റ്റ് ഓൺ നാച്ചുറൽ എൻവയോൺമെൻ്റ് ആണ്. സോ ഈ നാച്ചുറൽ എൻവയോൺമെൻറ്റ് എന്താണ്, അതിൻ്റെ ഡീഗ്രഡേഷൻ എന്താണെന്നൊക്കെ നമുക്ക് മനസ്സിലായി. സോ ഇനി നമുക്ക് അതിൻ്റെ ചലഞ്ചസ് എന്താണെന്ന് നോക്കാം. സോ ചലഞ്ചസ് ഓഫ് നാച്ചുറൽ എൻവയോൺമെൻറ്റ്. ചലഞ്ചസ് എന്ന് പറയുന്നത്, ഫസ്റ്റ് ചലഞ്ചസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, ക്ലൈമറ്റ് ചേഞ്ച്, പ്രൊവൈഡിങ് റോ മെറ്റീരിയൽ, ആക്സസ് ടു വാട്ടർ വേസ്, എയർ ക്വാളിറ്റി ഇഷ്യൂസ്, റെഗുലേറ്ററി ഫാക്ടേഴ്സ്. ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് നമ്മളുടെ നാച്ചുറൽ എൻവയോൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ചലഞ്ചസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ആണ്. അതായത് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള നാച്ചുറൽ കലാമിറ്റീസ് വരിക. അതായത് എർത്ത് ക്വേക്ക്, അതേപോലെ തന്നെ എന്താ പറയുക ഫ്ലഡ്, അങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് നാച്ചുറൽ കലാമിറ്റീസ് വരുന്ന ആ ഒരു ഇതിനെയാണ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ബേസ് ചെയ്തിട്ട് തന്നെ നമ്മളുടെ കാലിഫോർണിയയിൽ കൺസ്ട്രക്റ്റഡ് ടു വിത്ത്സ്റ്റാൻഡ് എർത്ത് ക്വേക്കിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ബിൽഡിങ്ങുകൾ വരെ കാലിഫോർണിയയിൽ കൺസ്ട്രക്റ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ എന്താ പറയുക ഹറിക്കെയിനെ നേരിടാൻ വേണ്ടിയിട്ട് USA ബിൽഡിങ്സുകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, ഇങ്ങനത്തെ കേസുകൾ വരുന്ന സമയത്ത് നമുക്ക് ഇൻഷുറൻസിന് ഒരുപാട് എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കേണ്ടതായിട്ട് വരുന്നു. അതേപോലെ തന്നെ നീഡ് ടു അലോക്കേറ്റ് ലാർജ് എമർജൻസി ഫണ്ടുകൾ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് അലോക്കേറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. അതേപോലെ തന്നെ ജനറേറ്റേഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. അതേപോലെ തന്നെ എമർജൻസി റെസ്പോൺസ് ട്രെയിനിങ് ടു സ്റ്റാഫ്, ഇതൊക്കെ കണ്ടക്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നു. അങ്ങനെ ഈ നാച്ചുറൽ എൻവയോൺമെൻറ്റിൽ ഇങ്ങനെ കുറച്ച് എന്താ പറയുക ചലഞ്ചസ് അല്ലെങ്കിൽ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സും സംഭവങ്ങളും വരുമ്പോൾ നമ്മൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടേതായ കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരുന്നു. അതിന് തന്നെ ഒരുപാട് കോസ്റ്റുകൾ ഇൻകർ ആവുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, സെക്കൻഡ് ചലഞ്ചസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ക്ലൈമറ്റ് ചേഞ്ച് ആണ്. അതായത് നമ്മളുടെ നാച്ചുറൽ സ്വാഭാവികമായിട്ടുണ്ടായിരുന്ന ക്ലൈമറ്റുകൾ മാറിയിട്ട് ക്ലൈമറ്റിന് ഒരു കൺട്രോൾ ഇല്ലാത്ത അവസ്ഥ, ക്ലൈമറ്റ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുന്ന കേസിൽ പൊല്യൂഷൻ ബിക്കമിങ് എ ഗ്രേറ്റ് കില്ലർ. ക്ലൈമറ്റ് ചേഞ്ച് ആവുന്ന സമയത്ത് പൊല്യൂഷൻ എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ അല്ലെങ്കിൽ വളരെ കണ്ടുവരുന്ന ഒരു സംഭവമാണ്. പൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ എന്താ പറയുക
ഒരു മേജർ ഇഷ്യൂ ആയിട്ട് തന്നെ നമുക്ക് പറയാവുന്നതാണ്. പിന്നെ ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ് കോസ്റ്റ് മേ ഇൻക്രീസ്, അതായത് ഹീറ്റിങ്ങും കൂളിങ്ങുമായിട്ടുള്ള കോസ്റ്റുകൾ, അതായത് നമ്മൾ ചൂടുള്ള സമയത്ത് നമുക്ക് എന്ത് ചെയ്യുന്നു, കൂളിങ്ങിന് വേണ്ടിയിട്ട് AC അങ്ങനെ അതിന് വേണ്ടിയിട്ട് കുറേ എന്താ പറയുക കോസ്റ്റ് ഇൻകർ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ നേരെ മറിച്ച് തണുത്ത പ്രദേശങ്ങളിൽ എന്ത് ചെയ്യുന്നു, ഹീറ്റിങ്ങിന് വേണ്ടിയിട്ട് കൂടുതലായിട്ടുള്ള കോസ്റ്റുകൾ അവർക്ക് ഇതിനായിട്ട് മുടക്കേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ ഹീറ്റിങ്ങിനും കൂളിങ്ങിനുമായിട്ട് കോസ്റ്റുകൾ കൂടിക്കൊണ്ടിരിക്കുന്നു. പിന്നെ പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ് ആൻഡ് ഫ്രീക്വൻറ്റ് ബ്രേക്സ്, അതായത് കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ക്ലോത്തിങ്ങും കാര്യങ്ങളും വേണ്ടി വരുന്നു. അപ്പോൾ അതിനും എന്താണ്, നമ്മളുടെ കോസ്റ്റ് ഇൻകർ ചെയ്യാണ്. നമ്മൾ അത്രയും കാലം ചിലവാക്കി പോകുന്നത് മാത്രമല്ലാതെ നമുക്കതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു കോസ്റ്റും കാര്യങ്ങളും നമുക്ക് വേണ്ടി വരികയാണ്. അതായത് നാച്ചുറിനെ നോക്കിയിട്ട് നമുക്ക് എന്താ പറയുക, ആ ഒരു ടൈമിൽ നമ്മൾ ചില സമയത്ത് നമുക്ക് തന്നെ സ്കിന്നിന് കുറേ പ്രോബ്ലംസ് ഉണ്ടാവും ചില കാലാവസ്ഥയിൽ. അപ്പോൾ ആ കാലാവസ്ഥയിൽ നമുക്ക് ചിലപ്പോൾ മെഡിസിനും കാര്യങ്ങളും, അതായത് നമ്മളുടെ റുട്ടീനായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് ഒരു ചേഞ്ച് വരികയാണ്. നമുക്ക് തന്നെ കോസ്റ്റ്, നമ്മളുടെ ഡെയിലി ലൈഫിലെ കോസ്റ്റ് തന്നെ ഇൻക്രീസ് ചെയ്യുകയാണ്. അങ്ങനെ കോസ്റ്റുകളിൽ വരുന്ന ചേഞ്ചുകൾ കാര്യങ്ങൾ. പിന്നെ നീഡ് ടു പ്രൊവൈഡ് കൂളിംഗ് ഫെസിലിറ്റീസ് ആൻഡ് ലോട്ട്സ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഡീഹൈഡ്രേഷന് വേണ്ടിയിട്ടും ഒരുപാട് എന്ത് ചെയ്യാണ്, ഓപ്പർച്യൂണിറ്റീസ് അതേപോലെ തന്നെ കൂളിംഗ് ഫെസിലിറ്റീസ് കൊടുക്കേണ്ടതായിട്ട് വരുന്നു. അതേപോലെ തന്നെ പെരിഷബിൾ ഐറ്റംസ്, അതായത് കേടുവരുന്ന ഐറ്റംസ്, അതേപോലെ തന്നെ വുഡൻ ഹോംസൊക്കെ എന്ത് ചെയ്യുന്നു, വാം ക്ലൈമറ്റ് എന്ത് ചെയ്യുന്നു, ഇതൊക്കെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ചൂടുള്ള കാലാവസ്ഥ ചില സാധനങ്ങൾക്ക് അല്ലെങ്കിൽ ചില പ്രോഡക്ട്സിനെ സംബന്ധിച്ചിടത്തോളം ഈ വാമായിട്ടുള്ള ക്ലൈമറ്റ് പറ്റില്ല. അതേസമയം ചില പ്രോഡക്റ്റിനെ സംബന്ധിച്ചിടത്തോളം കൂളായിട്ടുള്ള ക്ലൈമറ്റും പറ്റില്ല. അങ്ങനെ ഈ ക്ലൈമറ്റിലുള്ള ചേഞ്ച് നമ്മളെ ലൈഫിനെ വളരെയധികം എഫക്റ്റ് ചെയ്യുന്ന ആ ഒരു കേസാണ് ഈ ക്ലൈമറ്റ് ചേഞ്ച് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, പ്രൊവൈഡിങ് റോ മെറ്റീരിയൽ. പ്രൊവൈഡിങ് റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈനിങ് ആൻഡ് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി യൂഷ്വലി ആർ സെറ്റപ്പ് നിയർ ദ റോ മെറ്റീരിയൽ, അതായത് മൈനിങ് അതേപോലെ തന്നെ എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രീസും കൂടുതലായിട്ടും സെറ്റപ്പ് ചെയ്യുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റോ മെറ്റീരിയൽസ് അവൈലബിൾ ആവുന്ന സ്ഥലത്തായിരിക്കും ആ ഇൻഡസ്ട്രീസ് എന്ത് ചെയ്യുക, സെറ്റപ്പ് ചെയ്യുക. അതേപോലെ തന്നെ സോമിൽസ് ലൊക്കേറ്റ് ദംസെൽസ് ഇൻ വുഡഡ് ഏരിയാസ്, അതൊരു നമുക്ക് മനസ്സിലാക്കാവുന്നുള്ളൂ. അതായത് തടിമില്ലുകൾ, ഈ മരങ്ങളൊക്കെ മുറിക്കുന്ന വലിയ വലിയ തടിമില്ലുകൾ അധികവും ഉണ്ടായിരിക്കുക ഈ കാടുകൾ അതേപോലെ കുറേ മരങ്ങളുള്ള ഏരിയാസിലായിരിക്കും തടിമില്ലുമായിട്ട് ബന്ധപ്പെട്ട, അതായത് മരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരിക. അപ്പോൾ ഈ റോ മെറ്റീരിയൽസ് എവിടെയാണോ അവൈലബിൾ ആവുക അങ്ങനത്തെ സ്ഥലത്തായിരിക്കും എന്ത് ചെയ്യുക, ഇൻഡസ്ട്രീസ് വരിക. പിന്നെ കാനറീസ് സെറ്റപ്പ് വേർ ദർ ആർ ഫിഷറീസ് ഓർ അഗ്രികൾച്ചറൽ ഓപ്പറേഷൻ. ഈ കാനറീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, പച്ചക്കറി, പഴം, മത്സ്യം, മാംസം അങ്ങനെ ഇതൊക്കെ എന്താ പറയുക സൂക്ഷിക്കുന്ന ആ ഒരു പ്ലേസിനെയാണ് ഈ കാനറീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഈ ഫിഷ് അഗ്രികൾച്ചറൽ ഓപ്പറേഷൻസ് ഇതൊക്കെ അവൈലബിൾ ആവുന്ന ആ ഒരു സ്ഥലത്തായിരിക്കും എന്ത് ചെയ്യുക, ഈ കാനറീസ് എന്ത് ചെയ്യുക, നമ്മൾ സെറ്റപ്പ് ചെയ്യുക. ഓക്കെ, അതാണ് ഈ പ്രൊവൈഡിങ് റോ മെറ്റീരിയൽസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റോ മെറ്റീരിയൽസ് അവൈലബിൾ ആവുന്ന സ്ഥലത്ത് എന്ത് ചെയ്യുക, നമ്മൾ ഇൻഡസ്ട്രീസ് സെറ്റപ്പ് ചെയ്യുക. ഓക്കെ, ദെൻ ഫോർത്ത് വൺ ഈസ് ആക്സസ് ടു വാട്ടർവേസ്. വാട്ടർവേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ജലപാതയിലേക്കുള്ള ഈ ഒരു ആക്സസിനെയാണ്. അതായത് നമുക്ക് ജലപാത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഷിപ്പിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ഈസിലി അവൈലബിൾ ആയിരിക്കും. നമുക്ക് എന്താ പറയുക, കടൽ മാർഗം എന്ത് ചെയ്യാൻ പറ്റുന്നു, നമുക്ക് റോ മെറ്റീരിയൽസ്, ഫിനിഷ്ഡ് ഗുഡ്സ് ഒക്കെ എന്ത് ചെയ്യുന്നു, നമുക്ക് ഷിപ്പിംഗ് വഴി നമുക്ക് ഈസിലി നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നു. അങ്ങനെ ഒരുപാട് ഹെൽപ്പ് നമുക്ക് എന്ത് ചെയ്യുന്നു, ഈ വാട്ടർവേസ് വഴി നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പറ്റുന്നുണ്ട്. അതേസമയം നമുക്ക് അതുകൊണ്ട് എന്താ പറയുക ദോഷവശങ്ങളും ഉണ്ട്. കാരണം വാട്ടർവേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കൺട്രോളിൽ നിൽക്കുന്ന ഒരു സംഭവമല്ല. ഫ്ലഡിങ്, ഹെവി സ്റ്റോം, പിന്നെ തീവ്സ്, അങ്ങനെ കുറേ കേസുകൾ അതിൻ്റെ ഒരു എന്താ പറയുക ലിമിറ്റേഷൻസ് ആയിട്ട് നമുക്ക് പറയാം. പക്ഷെ എന്നാലും വാട്ടർവേസ് എന്ന് പറയുന്നത് ഒരു എന്താ പറയുക ഒരു ബെസ്റ്റ് ട്രാൻസ്പോർട്ടേഷൻ ആണ്. അതുകൊണ്ട് തന്നെ ആക്സസ് ടു വാട്ടർവേസ് അതായത് എന്താ പറയുക നമ്മളുടെ ജലപാതയ്ക്ക് അടുത്ത് നമ്മളുടെ ലൊക്കേഷൻ ഒരു ജലപാതയ്ക്ക് അടുത്ത് വരികയാണെന്നുണ്ടെങ്കിൽ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, അതേപോലെ തന്നെ നമ്മുടെ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഹെൽപ്പായിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് ആക്സസ് ടു വാട്ടർവേസ്. പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എയർ ക്വാളിറ്റി ഇഷ്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, നമ്മളുടെ എയർ ക്വാളിറ്റി ഇല്ലാതാവുക, അങ്ങനത്തെ ഇഷ്യൂസ് വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ പത്രത്തിൽ പല സമയത്തും ന്യൂസുകൾ കേൾക്കുന്നുണ്ട്. എയർ നല്ല ശുദ്ധവായു ഇല്ലാത്തൊരവസ്ഥ,
അപ്പോൾ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എയർ പ്യൂരിഫിക്കേഷനായിട്ട് അങ്ങനത്തെ സിസ്റ്റംസും കാര്യങ്ങളൊക്കെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. ഫേസ് എമിഷൻ ടെസ്റ്റിംഗ് പ്രോബ്ലംസ്, അങ്ങനെ ഒരുപാട് കോസ്റ്റും കാര്യങ്ങളുമായിട്ട് നമുക്കതും ഒരു ചലഞ്ചസ് ആയിട്ട് തന്നെ നിലനിൽക്കുന്ന ഒന്നാണ്. സോ ദാറ്റ് ഈസ് എയർ ക്വാളിറ്റി ഇഷ്യൂസ്. ദെൻ സിക്സ്ത് വൺ ഈസ് റെഗുലേറ്ററി ഫാക്ടേഴ്സ്. റെഗുലേറ്ററി ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നിയന്ത്രിക്കപ്പെടേണ്ടതായിട്ടുള്ള ഫാക്ടേഴ്സ്. അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഇതിൽ പറയുന്നുണ്ട് ലിമിറ്റ് ഓർ റെസ്ട്രിക്ഷൻസ് ഓൺ ദ ഫ്യൂവൽസ് യു ബേൺ ഓർ ദ എമിഷൻ ഫ്രം യുവർ സ്റ്റാക്സ്. അതായത് സ്റ്റാക്സിൽ നിന്ന് വരുന്ന എമിഷൻസ്, അതേപോലെ തന്നെ നമ്മൾ കത്തിക്കുന്ന ഇന്ധനങ്ങൾക്കൊരു പരിധി വയ്ക്കാം. ഇതൊക്കെ എന്താണ്, നമ്മളുടെ ഒരു റെഗുലേറ്ററി ഫാക്ടറായിട്ടാണ് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെസ്ട്രിക്ഷൻസ് റിഗാർഡിംഗ് ഡിസ്ചാർജ് ഇൻ ടു ദ ലോക്കൽ വാട്ടർ വേസ്. അതായത് എന്താ പറയുക, നമ്മളുടെ ഈ പ്രാദേശികമായിട്ടുള്ള എന്താ പറയുക വാട്ടർ വേസ് ഉണ്ടായിരിക്കും, ജലപാതകൾ ഉണ്ടായിരിക്കും. ചിലപ്പോൾ വല്ല കൈത്തോട് അല്ലെങ്കിൽ എന്താ പറയുക പുഴ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിലേക്കൊക്കെ ഒഴുക്കി വിടുന്ന ഒരു പ്രവണത ഉണ്ടായിരിക്കും. അതൊക്കെ എന്ത് ചെയ്യുക, റെസ്ട്രിക്റ്റ് ചെയ്യുക. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പെഷ്യൽ ടാക്സസ് ഓർ ലെവീസ് ബൈ ഗവൺമെൻറ് വഴി സ്പെഷ്യൽ ടാക്സ് അല്ലെങ്കിൽ ലെവീസൊക്കെ ചുമത്തുക. പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈൻ ഓർ കോസ്റ്റ്ലി ചാർജസ് ഇൻ കേസ് ഓഫ് വയലേഷൻ ഓഫ് റെഗുലേഷൻ. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള റെഗുലേഷൻ, ഇത് കൂടാതെ ഒരുപാട് റെഗുലേഷൻസ് ഉണ്ടാവും. ഈ റെഗുലേഷൻസൊക്കെ വയലേറ്റ് ചെയ്യുന്ന കേസിൽ എന്ത് ചെയ്യുക, ഫൈനുകൾ, അതേപോലെ കോസ്റ്റ്ലി ആയിട്ടുള്ള ചാർജ്, അങ്ങനത്തെ എന്ത് ചെയ്യുക, ചുമത്തുക. ഇതൊക്കെയാണ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക്, അതായത് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക ചില കാര്യങ്ങളിൽ. അതാണ് അതിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ നാച്ചുറൽ എൻവയോൺമെൻറ്റിൻ്റെ ബേസിൽ വരുന്ന ചലഞ്ചസ് പറഞ്ഞു. എന്തൊക്കെയായിരുന്നു? നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, ക്ലൈമറ്റ് ചേഞ്ച്, പ്രൊവൈഡിങ് റോ മെറ്റീരിയൽസ്, ആക്സസ് ടു വാട്ടർ വേസ്, എയർ ക്വാളിറ്റി ഇഷ്യൂസ് ആൻഡ് റെഗുലേറ്ററി ഫാക്ടേഴ്സ്. ഓക്കെ, ഇനി നമുക്ക് എന്താ, നീഡ് ഫോർ അണ്ടർസ്റ്റാൻഡിങ് ദി ജോഗ്രഫിക് എൻവയോൺമെൻറ്റ്. അതായത് ജോഗ്രഫിക് എൻവയോൺമെൻറ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടി വരുന്ന മനസ്സിലാക്കേണ്ടതിൻ്റെ ആവശ്യകത, അതാണ് ഇതിൽ പറയാൻ പോകുന്നത്. ഓക്കെ, അതിൽ വരുന്നത് പോയിൻറ്റ്സ് 4 ലാൻഡ് ഫോംസ്, സോയിൽ, വാട്ടർ ആക്സസ് ആൻഡ് ക്ലൈമറ്റ്. ഇതാണ് എന്തെന്ന് പറയുന്നത്, ജോഗ്രഫിക് എൻവയോൺമെൻറ്റ് മനസ്സിലാക്കേണ്ടതിൻ്റെ ആവശ്യകത. അതിൽ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ലാൻഡ് ഫോംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലേറ്റ് മൂവ്മെൻറ്റ്സ് ക്യാൻ എഫക്ട് ദ അവൈലബിലിറ്റി ഓഫ് വാട്ടർ ആൻഡ് ഓൾസോ കോസസ് എർത്ത് ക്വേക്ക്. ഈ പ്ലേറ്റ് മൂവ്മെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ടെക്ടോണിക് ഷിഫ്റ്റ് അല്ലെങ്കിൽ എന്താ പറയുക, നമ്മളുടെ ഈ കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് എന്നൊക്കെ നമുക്ക് ഈ പ്ലേറ്റ് മൂവ്മെൻറ്റ്സിനെ പറയാം. അതായത് ഭൂഖണ്ഡങ്ങൾ ചലിക്കുക. ഇപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ആ ഒരു ഫോം അല്ല ഇപ്പോഴത്തെ ഭൂഖണ്ഡങ്ങൾക്ക് ഉള്ളത്. അപ്പോൾ ഈ എന്താ പറയുക, ഭൂഖണ്ഡങ്ങളുടെ ചലനം, അതായത് കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് വരുമ്പോൾ നമ്മളുടെ വാട്ടറിൻ്റെ അവൈലബിലിറ്റി എന്താ പറയുക, അതിനെ ബാധിക്കാൻ വളരെ ചാൻസ് കൂടുതലാണ്. പിന്നെ അത് മാത്രമല്ല, ഇങ്ങനെയുള്ള ഈ ചലനം വരുന്നത് നമുക്ക് എർത്ത് ക്വേക്ക് ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇത് എന്താ പറയുക, അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ജോഗ്രഫിക് എൻവയോൺമെൻറ്റ് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ളൊരു കേസാണ്. സെക്കൻഡ് വൺ സോയിൽ. സോയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മണ്ണ്. എന്താ പറയുക, വിത്തൗട്ട് ഹെൽത്തി സോയിൽ എ പ്രീവിയസ്ലി ഫെർട്ടൈൽ ഏരിയ ടേൺ ഇൻ ടു എ ഡെസേർട്ട്. അതായത് നല്ലൊരു സോയിലില്ല, നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള സോയിലില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ മുന്നേ ചെയ്തിട്ട് ഫെർട്ടിലായിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് ഒരു ഡെസേർട്ട് ആവാൻ വരെ സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ തേർഡ് വൺ ഈസ് വാട്ടർ ആക്സസ്. വാട്ടർ ആക്സസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ ലഭ്യത, അല്ലെങ്കിൽ എന്താ പറയുക, വെള്ളം കിട്ടുന്ന ആ ഒരു അവസ്ഥ. നമ്മൾ ആളുകൾ കൂടുതലായിട്ടും എന്താ പറയുക ലൊക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് വെള്ളമുള്ള സ്ഥലത്തായിരിക്കും. അപ്പോൾ എന്താ പറയുക, ചിലപ്പോൾ എന്താ പറയുക കുഴൽക്കിണർ പോലെ ഭൂമിയുടെ അടിയിൽ എന്താ പറയുക, ചിലപ്പോൾ പുഴ പോലൊക്കെ ആയിരിക്കും. അപ്പോൾ എന്താ പറയുക, ആളുകൾ ജലാശയങ്ങൾക്ക് സമീപം എന്ത് ചെയ്യുക, സ്ഥിരതാമസമാക്കാനുള്ള ആളുകളുടെ ആ ഒരു ടെൻഡൻസി, അതിനെയാണ് ഈ വാട്ടർ ആക്സസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ജോഗ്രഫിക് എൻവയോൺമെൻറ്റ് നമുക്കറിയുന്ന ആ ഒരു കേസിൽ നമുക്ക് ഈ വാട്ടർ ആക്സസ് നോക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. പിന്നെ ഫോർത്ത് വൺ ഈസ് ക്ലൈമറ്റ്. ക്ലൈമറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പീപ്പിൾ യൂഷ്വലി അഡ്ജസ്റ്റ് ദെയർ ക്ലോത്തിങ് ആൻഡ് ഹൗസിങ് ബേസ്ഡ് ഓൺ ടെമ്പറേച്ചർ. ക്ലൈമറ്റ് വളരെ വലിയൊരു ഇമ്പോർട്ടൻ്റ് ആണ് ജോഗ്രഫിക് എൻവയോൺമെൻറ്റിൽ കൊടുക്കുന്നത്. ഈ ക്ലൈമറ്റിൻ്റെ ബേസിലാണ് നമ്മളുടെ ക്ലോത്തിങ്, അതേപോലെ തന്നെ ഹൗസ്, നമ്മളെ വീടുകളും നമ്മളുടെ ക്ലോത്ത്, നമ്മളെ ഫുഡ്, ഇതൊക്കെ നമ്മളുടെ ടെമ്പറേച്ചർ ബേസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ ക്ലൈമറ്റ് ബേസ് ചെയ്തിട്ടാണ്. നമ്മൾ നല്ല ചൂടുള്ള കാലാവസ്ഥയിൽ ജീവിക്കുന്നവർ ഒരിക്കലും ഈ കാനഡ പോലത്തെ തണുപ്പുള്ള സ്ഥലത്തുള്ള അങ്ങനത്തെ കോസ്റ്റ്യൂംസ് ആയിരിക്കില്ല ധരിക്കുക.
അപ്പോൾ എന്താ പറയുക, ടെമ്പറേച്ചർ അനുസരിച്ച് ആളുകൾ ജീവിക്കുക, അവരുടെ വീടുകൾക്ക് ചേഞ്ച് ഉണ്ടായിരിക്കും, ഫുഡ് അതേപോലെ ക്ലോത്ത്, അങ്ങനെ ഒരുപാട് ചേഞ്ചുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ എന്താണ്, നമ്മൾ ഈ ജോഗ്രഫിക് എൻവയോൺമെൻറ്റ് നമ്മൾ മനസ്സിലാക്കുന്ന ആ ഒരു ആവശ്യകത ഇങ്ങനത്തെ കേസിലൊക്കെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ അതാണ് ലാൻഡ് ഫോംസ്, സോയിൽ, വാട്ടർ ആക്സസ് ആൻഡ് ക്ലൈമറ്റ്. ഓക്കെ. പിന്നെ ഇമ്പാക്റ്റ് ഓഫ് ജോഗ്രഫിക് കണ്ടീഷൻസ് ഓൺ ഇൻ്റർനാഷണൽ ബിസിനസ് എൻവയോൺമെൻറ്റ്, അതായത് ഇൻ്റർനാഷണൽ ബിസിനസ് എൻവയോൺമെൻറ്റിൽ നമ്മളുടെ ഈ ജോഗ്രഫിക് കണ്ടീഷൻസിൻ്റെ ഇമ്പാക്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ. അതിൽ ഫസ്റ്റ് വരുന്നത് എന്താണ്, സൈസ് ഓഫ് പോപ്പുലേഷൻ. സൈസ് ഓഫ് പോപ്പുലേഷനിൽ പറയുന്നത് ത്രോച്ചിങ് സിറ്റീസ് ആർ ഫൗണ്ട് അറ്റ് ദ പോയിൻ്റ് ഓഫ് ജോഗ്രഫിക് അഡ്വാൻറ്റേജസ്. അതായത് നമ്മളുടെ എന്താ പറയുക, ത്രോജിങ് സിറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും തിങ്ങി കൂടിയിട്ടുള്ള ആളുകളുള്ള ഈ ജോഗ്രഫിക് അഡ്വാൻറ്റേജസ്, അതായത് നല്ലൊരു ജോഗ്രഫി ഉള്ള, നമുക്കെല്ലാം അവൈലബിൾ ആവുന്ന, നമുക്ക് നല്ലൊരു ജോഗ്രഫിക് ആയിട്ടുള്ള ഒരു പൊസിഷൻ ഉള്ള ഒരു ഏരിയയിൽ ആളുകൾ വളരെ തിങ്ങി പാർത്തിട്ടായിരിക്കും ജീവിക്കുന്നുണ്ടായിരിക്കുക. അങ്ങനെ എന്താ പറയുക, സൈസ് ഓഫ് ദ പോപ്പുലേഷൻ, ഈ പോപ്പുലേഷൻ്റെ സൈസിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ജോഗ്രഫിക് അഡ്വാൻറ്റേജ് എന്ത് ചെയ്യുന്നുണ്ട്, ബാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഇമ്പാക്റ്റ് കൊണ്ടുവരുന്നുണ്ട്. സെക്കൻഡ് വൺ ഈസ് ഒക്യുപ്പേഷൻ. ഒക്യുപ്പേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജോഗ്രഫിക് സിറ്റുവേഷൻസ് ഡിറ്റർമൈൻ ബോത്ത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. അതായത് എന്താ പറയുക, ഈ ജോഗ്രഫിക് ആയിട്ടുള്ള സിറ്റുവേഷൻസ് നമ്മളുടെ പ്രോഡക്ട്സിൻ്റെ അല്ലെങ്കിൽ എന്താ പറയുക ഗുഡ്സിൻ്റെ ഡിമാൻഡും സപ്ലൈയും എന്ത് ചെയ്യുന്നുണ്ട്, നിർണ്ണയിക്കുന്നുണ്ട്. അതായത് നല്ലൊരു തണുത്ത രാജ്യത്ത് എന്താ പറയുക, അവർക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സാധനമായിരിക്കില്ല നല്ലൊരു ചൂടുള്ളൊരു രാജ്യത്ത് ആവശ്യമുണ്ടായിരിക്കുക. അവർ എന്താ പറയുക രീതിയിൽ നിന്ന് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിരിക്കും നമ്മുടെ രീതി. അപ്പോൾ എന്താ പറയുന്നത്, ഈ ജോഗ്രഫിക് ആയിട്ടുള്ള ഈ ഒരു ഡിഫറൻസ് എന്ത് ചെയ്യുന്നു, നമ്മളുടെ ഒക്യുപ്പേഷനെയും അതേപോലെ തന്നെ ഡിമാൻഡിനെയും സപ്ലൈനെയും ബാധിക്കുന്ന ഒരു കേസാണിത്. പിന്നെ തേർഡ് വൺ ഈസ് സോഷ്യൽ പ്രോഗ്രസ്. സോഷ്യൽ പ്രോഗ്രസ് എന്ന് പറയുന്നത് എന്താണ്, സാമൂഹികമായിട്ടുള്ള പുരോഗതി. അപ്പോൾ എന്താ പറയുക, നമ്മളുടെ ഈ സോഷ്യൽ പ്രോഗ്രസ്സിൻ്റെ ഒരു ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് തന്നെ എന്താണ്, ഇൻ്റർ കമ്മ്യൂണിക്കേഷനാണ്. അതായത് കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ തന്നെ എല്ലാം പോസിബിൾ ആവുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ സോഷ്യൽ പ്രോഗ്രസ്സിൻ്റെ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് തന്നെ എന്താണ്, ഇൻ്റർ കമ്മ്യൂണിക്കേഷനാണ്. സോ ഈ നമ്മളുടെ മൗണ്ടെയ്ൻസ്, അതായത് നമ്മളുടെ പർവ്വതങ്ങൾ, സ്വാംസ്, ചതുപ്പുകൾ, ഫോറസ്റ്റുകൾ, ഡെസേർട്ടുകൾ, ഇതൊക്കെ എന്ത് ചെയ്യുകയാണ്, നമ്മളുടെ ഈ കമ്മ്യൂണിക്കേഷൻ എന്ത് ചെയ്യുകയാണ്, തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതേസമയം തന്നെ നമ്മളുടെ ഈ നദികൾ, ഹാർബറുകൾ, ഇതൊക്കെ എന്ത് ചെയ്യുകയാണ്, നമുക്ക് സോഷ്യൽ പ്രോഗ്രസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ബെറ്റർ കമ്മ്യൂണിക്കേഷനാണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ. അതാണ് സോഷ്യൽ പ്രോഗ്രസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. മൗണ്ടെയ്ൻസും ഫോറസ്റ്റുകളും ഒക്കെ കമ്മ്യൂണിക്കേഷൻ എന്ത് ചെയ്യുന്നു, തടസ്സപ്പെടുത്തുന്ന അതേ സമയത്ത് നമ്മളുടെ ഈ ഹാർബറുകൾ, റിവറുകൾ, ഇതൊക്കെ എന്ത് ചെയ്യുന്നു, സോഷ്യൽ പ്രോഗ്രസ്സിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ. ഇനി ലോലെസ്നെസ്, ഇറ്റ് ഈസ് ദ നാച്ചുറൽ കോൺസിക്വൻസസ് ഓഫ് ജോഗ്രഫിക് ഇൻആക്സസിബിലിറ്റി. അതായത് ജോഗ്രഫിക് ഇൻആക്സസിബിലിറ്റിയുടെ ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു കോൺസിക്വൻസസ് ആണ് എന്തെന്ന് പറയുന്നത്, നമ്മളുടെ ഈ ലോലെസ്നെസ് എന്ന് പറയുന്നത്. ഓക്കെ. അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഫോം ഓഫ് ഗവൺമെൻറ്. ഫോം ഓഫ് ഗവൺമെൻറ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്ക്ലൂസീവ്ലി അഗ്രികൾച്ചറൽ റീജൻസ് ആർ നിയർലി ഓൾവേസ് അരിസ്റ്റോക്രാറ്റിക്. അതായത് നമ്മളുടെ ഈ അഗ്രികൾച്ചറൽ ആയിട്ടുള്ള കാർഷികമായിട്ടുള്ള മേഖലകൾ എപ്പോഴും എന്താണ്, ഈ പ്രഭുക്കന്മാർ, അതായത് ഒരു രാജാധിപത്യം, അങ്ങനത്തെ ഒരു എന്താ പറയുക ജന്മി, അങ്ങനത്തെ ഒക്കെ ഒരു ഇതിലാണ് നമ്മളുടെ ഈ കാർഷിക മേഖല എപ്പോഴും നിലനിന്നിരുന്നതെങ്കിൽ നമ്മളുടെ കൊമേഴ്സ്, അതായത് വാണിജ്യ മേഖല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും ടെൻസ് ടു ഡെമോക്രസിയാണ്. അപ്പോൾ വാണിജ്യ മേഖല ഡെമോക്രസിയും അഗ്രികൾച്ചറൽ മേഖല എന്താണ്, അരിസ്റ്റോക്രാറ്റിക്കുമാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ കൊമേഴ്സ്, നമ്മളുടെ ഈ വാണിജ്യം കൂടുതൽ എന്താ പറയുക ഡെവലപ്പ് ആയതുകൊണ്ട് തന്നെ കൊമേഴ്സ് ബ്രേക്ക് ഡൗൺ അരിസ്റ്റോക്രസി. അതായത് നമ്മൾ കൊമേഴ്സ് എന്ത് ചെയ്യുന്നു, നമ്മളുടെ ഈ പ്രഭുക്കന്മാരുടെ ഒരു ഇത്, അല്ലെങ്കിൽ ഈ എന്താ പറയുക ജന്മിത്വം അല്ലെങ്കിൽ രാജാധിപത്യം, ഇതെന്ത് ചെയ്യുന്നു, ബ്രേക്ക് ചെയ്യുകയാണ് നമ്മളുടെ ഈ കൊമേഴ്സ് ചെയ്യുന്നത്. കാരണം കൊമേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, ഡെമോക്രസിയാണ്. അതാണ് ഈ ഫോം ഓഫ് ഗവൺമെൻറ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ദെൻ ടേസ്റ്റ് ആൻഡ് സോഷ്യൽ ആൻഡ് ഡൊമസ്റ്റിക് കസ്റ്റംസ്. അതായത് നമ്മളുടെ ടേസ്റ്റുകൾ, സോഷ്യൽ ആൻഡ് ഡൊമസ്റ്റിക് കസ്റ്റംസ് ഒക്കെ എന്താണ്, പ്ലേസ് ടു പ്ലേസ് എന്താണ് ഡിഫറെൻ്റ് ആയിരിക്കും. കാരണം ജോഗ്രഫിക് ആയിട്ടുള്ള ഡിഫറൻസുകൾ വേറൊരു രാജ്യത്തുണ്ടായിരിക്കുന്ന, അല്ലെങ്കിൽ വേറൊരു രാജ്യത്തിൻ്റെ കേസല്ല, ഒരു രാജ്യത്തിൽ തന്നെ നമ്മളുടെ ഇന്ത്യയിൽ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റുകളിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫുഡുകൾ, ഫാഷനുകൾ, അതേപോലെ തന്നെ എന്താ പറയുക
കസ്റ്റംസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്താ പറയുക, ഈ ജോഗ്രഫിക് ആയിട്ടുള്ള ഡിഫറൻസുകൾ തന്നെ എന്ത് ചെയ്യുന്നു, ഡിഫറൻസ് ഇൻ ഡ്രസ്സ്, ഹൗസ്, ഫർണിഷിങ്, ഫാഷൻ, ആർക്കിടെക്ചർ, ആർട്ട്, അങ്ങനെ എല്ലാത്തിലും എന്ത് ചെയ്യുന്നു, ഈ ജോഗ്രഫിക് ആയിട്ടുള്ള ഡിഫറൻസുകൾ എന്താ പറയുക, നമ്മൾ നിലനിൽക്കുന്ന സമൂഹത്തിലും എന്ത് ചെയ്യുകയാണ്, അതിൻ്റെ ആ ഒരു ഡിഫറൻസ് കാണുകയാണ്. നമ്മളുടെ നാട്ടിലുണ്ടായിരിക്കുന്ന കസ്റ്റംസ്, ട്രഡീഷൻസ്, ഫാഷൻ അതൊന്നും ആയിരിക്കില്ല വേറൊരു എന്താ പറയുക സംസ്ഥാനത്ത്, അതേപോലെ തന്നെ വേറൊരു രാജ്യത്ത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ എന്താ പറയുക, നമ്മളുടെ ജോഗ്രഫിക്കിൻ്റെ ബേസിൽ എന്ത് ചെയ്യുകയാണ്, നമ്മളുടെ ടേസ്റ്റും സോഷ്യൽ ആൻഡ് ഡൊമസ്റ്റിക് കസ്റ്റംസിൻ്റെ ഒക്കെ ചേഞ്ചാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, കാരണം നമ്മൾ പറയുന്നത് എന്താണ്, ഇൻ്റർനാഷണൽ ബിസിനസ്സിൽ നമ്മളെ ജോഗ്രഫിക് കണ്ടീഷൻസ് വരുമ്പോഴുള്ള ഇമ്പാക്റ്റാണ് പറയുന്നത്. അപ്പോൾ ഇത് ടേസ്റ്റ് ആൻഡ് സോഷ്യൽ ആൻഡ് ഡൊമസ്റ്റിക് കസ്റ്റംസ് അതിൻ്റെ ഒരു ഇമ്പാക്റ്റാണ്. 7th വൺ ഈസ് എത്തിക്കൽ ഡിഫറൻസസ്. ഓക്കെ, എത്തിക്കൽ ഡിഫറൻസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്തിക്കലായിട്ടും എന്ത് ചെയ്യുന്നു, ഈ എന്താ പറയുക ജോഗ്രഫിക്കലായിട്ട് വരുന്ന ഡിഫറൻസുകൾ നമ്മൾ എത്തിക്കലായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫറൻസസ് കൊണ്ടുവരുന്നുണ്ട്. അതായത് ഫ്യൂഡലിസത്തിനെ സംബന്ധിച്ചിടത്തോളം ഒബീഡിയൻസ് ആൻഡ് ലോയാലിറ്റി ഫ്രം ദ സെൻട്രൽ പില്ലർ ഓഫ് എത്തിക്കൽ സ്ട്രക്ചർ. ഓക്കെ, ഫ്യൂഡലിസത്തിൽ ഒബീഡിയൻസും ലയാലിറ്റിയുമാണ് സെൻട്രൽ പില്ലാർ എന്ന് പറയുന്നത്. പക്ഷേ കൊമേഴ്ഷ്യൽ ഡെമോക്രസിയെ സംബന്ധിച്ചിടത്തോളം ഇൻഡിപെൻഡൻസും ഇൻഡിവിജ്വൽ പ്രൈഡുമാണ് എന്തെന്ന് പറയുന്നത്, മോട്ടീവ് ഓഫ് പവർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ mythologies and religions are influenced by geographic environment. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ ജോഗ്രഫിക് ആയിട്ടുള്ള എൻവയോൺമെൻറ്റിൻ്റെ ആ ഒരു ഇൻഫ്ലുവൻസ് നമ്മളുടെ മിത്തോളജിക്കും റിലീജിയൻസിനും ഉണ്ടായിരിക്കും. നമ്മളുടെ നാട്ടിൽ എന്താ പറയുക, നമ്മളുടെ ആ ഒരു എന്താ പറയുക ജോഗ്രഫിക് കണ്ടീഷൻസിൻ്റെ ബേസിലായിരിക്കും നമ്മളുടെ നാട്ടിലെ ഓരോ മിത്തുകളും കാര്യങ്ങളും റിലീജിയൻസും കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നത്. അതൊരു മറ്റൊരു രാജ്യത്തിലോ അല്ലെങ്കിൽ മറ്റൊരു സ്റ്റേറ്റിലോ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിരിക്കും. സോ അതാണ് അടുത്ത പോയിന്റ്. അത് കഴിഞ്ഞാൽ പിന്നെ മൂഡ്സ് ആൻഡ് സൈക്കിക് ടെൻഡൻസീസ്. അതായത് ഈ ജോഗ്രഫിക്കൽ കണ്ടീഷൻസ് ആളുകളുടെ മൂഡ്സിനും അതേപോലെ തന്നെ സൈക്കിക് ടെൻഡൻസി വരെ എന്ത് ചെയ്യുന്നു, എഫക്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അതായത് നമ്മളുടെ ഒരു മനുഷ്യനെ പേഴ്സണലി വരെ എഫക്റ്റ് ചെയ്യാൻ നമ്മളുടെ ഈ ജോഗ്രഫിക് ആയിട്ടുള്ള ഈ എന്താ പറയുക എൻവയോൺമെൻറ്റിന് അല്ലെങ്കിൽ ഈ ജോഗ്രഫിക് ആയിട്ടുള്ള ഡിഫറൻസസിന് സാധിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ദ ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, മൈഗ്രേഷൻ റൂട്ട്സ്. മൈഗ്രേഷൻ റൂട്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, മൈഗ്രേഷനും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളുടെ എന്താ പറയുക ജോഗ്രഫിക് ആയിട്ടുള്ള ആ ഒരു ബേസിൻ്റെ ഇതിലാണ് നമ്മളുടെ മൈഗ്രേഷനും കൂടുതലായിട്ട് നടക്കുന്നത്. നമ്മളുടെ ഓസ്ട്രേലിയയിൽ ഗോൾഡ് ഡിസ്കവർ ചെയ്തപ്പോൾ അതേപോലെ തന്നെ കാലിഫോർണിയയിൽ ഡിസ്കവർ ചെയ്തപ്പോൾ അവിടേക്കുള്ള മൈഗ്രേഷൻസ് കൂടുകയാണ് ചെയ്തത്. അപ്പോൾ ഈ മൈഗ്രേഷനും എന്താണ്, കൊമേഴ്സ് അതേപോലെ തന്നെ എന്താ പറയുക വാർ അതിൻ്റെയൊക്കെ ബേസിലാണ് ഈ മൈഗ്രേഷൻ റൂട്ട്സ് വരെ പോസിബിൾ ആവുന്നത്. അപ്പോൾ എന്താണ്, ജോഗ്രഫിക് കണ്ടീഷൻസ് പ്ലേ എ ഗ്രേറ്റ് റോൾ ഇൻ ഡെവലപ്പിംഗ് ഫ്യൂച്ചർ സ്ട്രാറ്റജീസ് ഓഫ് ബിസിനസ് മാൻ ഓൾ അറൗണ്ട് ദ വേൾഡ്. അതായത് നമ്മളുടെ ഈ ജോഗ്രഫിക് കണ്ടീഷൻസ് നമ്മളെ മൊത്തത്തിൽ എന്താ പറയുക ഇൻ്റർനാഷണൽ ബിസിനസ്സിനെയും അതേപോലെ തന്നെ മൊത്തത്തിൽ എന്താണ് ഈ ജോഗ്രഫിക് ആയിട്ടുള്ള ചേഞ്ചുകൾ എഫക്റ്റ് ചെയ്യും എന്നാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ജോഗ്രഫിക് എൻവയോൺമെൻറ്റ് എന്താണ്, അതുകൊണ്ട് ഉണ്ടാകുന്ന ഇമ്പാക്റ്റുകൾ എന്താണ് എന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്കിനി നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം, ദാറ്റ് ഈസ് ഡെമോഗ്രാഫിക് എൻവയോൺമെൻറ്റ്. ഡെമോഗ്രാഫിക് എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ജനസംഖ്യാപരമായിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ്. അപ്പോൾ ഇതിൽ ഡെമോക്രസീനെ കുറിച്ചും പറയുന്നുണ്ട്. ഡെമോക്രസി ഈസ് ദ സ്റ്റഡി ഓഫ് ഹ്യൂമൻ പോപ്പുലേഷൻ. അതായത് മനുഷ്യൻ്റെ പോപ്പുലേഷനെ കുറിച്ചുള്ള ആ ഒരു സ്റ്റഡിയാണ് ഡെമോക്രസി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് സച്ച് ആസ് ബർത്ത്, ഡെത്ത്സ്, ഇൻകംസ് or the incidence of disease which illustrate by changing structure of human population. അതായത് എന്താ പറയുക ഹ്യൂമൻ പോപ്പുലേഷനെ ചേഞ്ച് വരുത്തുന്ന എന്താ പറയുക ജനനനിരക്ക്, മരണനിരക്ക്, ഇൻകം, അതേപോലെ ഇതിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ആയിട്ടുള്ള ഒരു സ്റ്റഡിയെയാണ് എന്തെന്ന് പറയുന്നത്, എന്താണ് ഡെമോക്രസി എന്ന് പറയുന്നത്. ഓക്കെ, ഈ ബർത്ത്, ഡെത്ത് അതേപോലെ തന്നെ മൈഗ്രേഷൻ ഈ മൂന്നെണ്ണമാണ് ബിഗ് ത്രീസ്. അതായത് ഡെമോഗ്രാഫിയുടെ ബിഗ് ത്രീസ് എന്ന് പറയുന്നത് എന്താണ്, ബർത്ത്, ഡെത്ത് ആൻഡ് മൈഗ്രേഷൻ ആണ്. ഓക്കെ, പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് എ ഡെമോഗ്രാഫിക് എൻവയോൺമെൻറ്റ്. ഡെമോഗ്രാഫിക് എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് ഡെമോഗ്രാഫിക് ഫാക്ടേഴ്സ് സച്ച് ആസ് ജെൻഡർ ഓർ എത്നിസിറ്റി. അതായത് ജെൻഡർ അതേപോലെ തന്നെ എത്നിസിറ്റി ഇതിൻ്റെ ഇങ്ങനത്തെ ഡെമോഗ്രാഫിക് ഫാക്ടേഴ്സിൻ്റെ ഒരു സെറ്റിനെയാണ് എന്തെന്ന് പറയുന്നത് ഡെമോഗ്രാഫിക് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ,
Demographic factors such as size of the population, population growth rate, age, life expectancy, family size, spatial dispersal, occupation, employment pattern affect the demand for goods and services. അതായത് എന്താ പറയുക, ഒരു ഡെമോഗ്രാഫിക് ഫാക്ടേഴ്സ് എന്ന് പറയുന്ന ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളുടെ ഗുഡ്സ് ആൻഡ് സർവീസസിനെ അതിൻ്റെ ഡിമാൻഡിനെ എന്ത് ചെയ്യുന്നുണ്ട്, എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഡെമോഗ്രാഫിക് ഫാക്ടേഴ്സിൻ്റെ ഇത്രയും ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ എന്താ പറയുക പോപ്പുലേഷൻ ഗ്രോത്ത്, അതിൻ്റെ സൈസ്, ഫാമിലി, ലൈഫ് എക്സ്പെക്റ്റൻസി, ഇങ്ങനത്തെ ഈ ഒരു ഡെമോഗ്രാഫിക് ഫാക്ടേഴ്സിൻ്റെ ആ ഒരു സെറ്റിനെയാണ് എന്തെന്ന് പറയുന്നത് ഡെമോഗ്രാഫിക് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, കമ്പനീസ് കൂടുതലായിട്ടും ഈ ഡെമോഗ്രാഫിക് എൻവയോൺമെൻറ്റ് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്പെസിഫിക് പ്രോഡക്റ്റിനോ അല്ലെങ്കിൽ ഒരു സർവീസിനോ ആവശ്യമായിട്ടുള്ള ഒരു ടാർഗറ്റഡ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കമ്പനീസ് മെയിനായിട്ടും ഈ ഡെമോഗ്രാഫിക് എൻവയോൺമെൻറ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. പോപ്പുലേഷൻ സൈസ്, ഏജ്, ജെൻഡർ, ഡെമോഗ്രാഫിക് regional variations, educational level, household size, occupation roles, employee status and economic stratification of people. ഓക്കെ, ഇതൊക്കെയാണ് നമ്മളുടെ ഡെമോഗ്രാഫിക് എൻവയോൺമെൻറ്റിൻ്റെ എന്തെന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് പോപ്പുലേഷൻ സൈസ്. നമ്മളുടെ കറൻറ്റ് വേൾഡ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് 7.7 ബില്യൺ ആണ്. അപ്പോൾ എന്താ പറയുക, പോപ്പുലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാർജ് പോപ്പുലേഷൻ ഉള്ള സ്ഥലത്തായിരിക്കും ബെറ്റർ ആയിട്ടുള്ള ഒരു ബിസിനസ് അല്ലെങ്കിൽ എന്താ പറയുക നമുക്ക് നല്ലൊരു മാർക്കറ്റ് അവിടെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ പോപ്പുലേഷൻ സൈസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ദെൻ ഏജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക ഈ പോപ്പുലേഷനെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു പിന്നെ ഡിഫറെൻറ്റ് ഏജ് ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഏജ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, ഓരോ പ്രോഡക്റ്റും ഓരോ ഏജ് ഗ്രൂപ്പിന് വേണ്ടിയിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നു, ടാർഗറ്റ് ചെയ്യാനും അതേപോലെ തന്നെ സ്പെഷ്യലൈസ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. അപ്പോൾ ഏജും എന്താണ് ഈ ഡെമോഗ്രാഫിക് എൻവയോൺമെൻറ്റിൻ്റെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ജെൻഡറാണ്. ജെൻഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു എന്താ പറയുക സോഷ്യോ കൾച്ചറൽ ഫിനോമിനൻ്റെ ബേസിൽ നമ്മളുടെ എന്ത് ചെയ്യുന്നു ആളുകളെയാണ് നമ്മൾ മെയിൻലി 2 കാറ്റഗറീസാണ്, അതായത് മെയിൽ ആൻഡ് ഫീമെയിൽ അങ്ങനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. പിന്നെ ഇങ്ങനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുക മാത്രമല്ല അവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു ക്ലോത്ത്സ്, ഈവൻ റോളുകൾ വരെ എന്ത് ചെയ്യുന്നു നമ്മൾ എന്ത് ചെയ്യുന്നു അവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ജെൻഡറും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഡെമോഗ്രാഫിക് ആൻഡ് റീജിയണൽ വേരിയേഷൻസ്, അതായത് എന്താ പറയുക കസ്റ്റമേഴ്സിനെയാണ് നമ്മൾ ബെറ്ററായിട്ട് ട്രീറ്റ് ചെയ്യേണ്ടത്. കസ്റ്റമേഴ്സിന് ഇഷ്ടമുള്ള ഫ്ലേവേഴ്സിൽ നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ചിട്ടാണ് നമ്മൾ കമ്പനി റൺ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മളുടെ കമ്പനി എന്ത് ചെയ്യുന്നു നന്നായിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കും. നേരെ മറിച്ച് നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ ഇഷ്ടങ്ങൾ നോക്കാതെ അവരുടെ ആവശ്യങ്ങൾ നോക്കാതെ ആണ് നമ്മൾ പ്രോഡക്റ്റ്സ് ഓഫർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ കസ്റ്റമേഴ്സിനെ ലോസ് ചെയ്യുകയും എന്താ പറയുക അത് മറ്റു കോമ്പറ്റീറ്റേഴ്സിന് എന്ത് ചെയ്യുന്നു വളരെ ഹെൽപ്പ് ആവുകയും ചെയ്യുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യുക എപ്പോഴും കസ്റ്റമേഴ്സിൻ്റെ ടേസ്റ്റും പ്രിഫറൻസും അറിഞ്ഞ് എന്ത് ചെയ്യുക പ്രോഡക്റ്റ്സ് ലോഞ്ച് ചെയ്യുക. പിന്നെ എഡ്യൂക്കേഷൻ ലെവലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം പാരൻസ് ഏറ്റവും കൂടുതൽ മണി ഇൻവെസ്റ്റ് ചെയ്യുക എപ്പോഴും അവരുടെ മക്കളുടെ പഠിത്തത്തിന് വേണ്ടിയായിരിക്കും. സോ പിന്നെ അത് മാത്രമല്ല ഹൈ ഇൻകം ആയിട്ടുള്ള നല്ല എഡ്യൂക്കേഷൻ ഉള്ളവർക്ക് നല്ല ജോലി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവരെപ്പോഴും എന്ത് ചെയ്യുക ഹൈ ഇൻകം ഗ്രൂപ്പ്സ് ആയിരിക്കും, അവരെപ്പോഴും ക്വാളിറ്റി പ്രോഡക്റ്റ്സ് അല്ലെങ്കിൽ ബ്രാൻഡഡ് പ്രോഡക്റ്റ്സ് ആയിരിക്കും ചൂസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു എന്താ പറയുക എഡ്യൂക്കേഷണൽ ലെവൽ പോലും എന്ത് ചെയ്യുന്നു നമ്മളുടെ ഈ എന്താ പറയുക ഡെമോഗ്രാഫിക് എൻവയോൺമെൻറ്റിനെ എന്ത് ചെയ്യുന്നുണ്ട് ബാധിക്കുന്നുണ്ട്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഹൗസ് ഹോൾഡ് സൈസ്, അതായത് നമ്മളുടെ ഹൗസ് ഹോൾഡിൻ്റെ സൈസും എന്ത് ചെയ്യുന്നുണ്ട് ബിസിനസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഒക്യുപ്പേഷൻ, റേസ്, എംപ്ലോയി സ്റ്റാറ്റസ് ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് നമ്മളുടെ എന്താ പറയുക ഇതിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഇതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് എക്കണോമിക് സ്ട്രാറ്റിഫിക്കേഷൻ ഓഫ് പീപ്പിൾ എന്ന് പറയുന്നത് ഹയർ ഇൻകം ആയിട്ടുള്ള ആളുകൾ എപ്പോഴും പ്രീമിയം പ്രോഡക്ട്സും നേരെ മറിച്ച് ലോ ഇൻകം ഗ്രൂപ്പ്സ് എപ്പോഴും എന്താണ് പ്രിഫർ ചെയ്യുക സബ്സിഡൈസ്ഡ് പ്രോഡക്റ്റും ആയിരിക്കും. അതായത് ഹൈ ഇൻകം എപ്പോഴും ചൂസ് ചെയ്യുക ഹൈ ആയിട്ടുള്ള പ്രോഡക്ട്സും ഹൈ ഇൻകം പ്രോഡക്ട്സ് അതേപോലെ തന്നെ ക്വാളിറ്റി പ്രോഡക്റ്റ് ആയിരിക്കും. ലോ ഇൻകം എപ്പോഴും ഒരു സബ്സിഡൈസ്ഡ് ആയിട്ടുള്ള പ്രോഡക്ട്സിനോടായിരിക്കും കുറച്ചും കൂടി ഇതാക്കുക. കാരണം അവർ എപ്പോഴും എന്താ പറയുക കോസ്റ്റിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, സോ ഇതൊക്കെയാണ് എൻ്റെ ടോപ്പിക്ക്. സോ നമ്മളിന്നിവിടെ
എന്താണ് ഗ്ലോബൽ ടാക്സ് എൻവയോൺമെൻറ്റ്. ഗ്ലോബൽ ടാക്സ് എൻവയോൺമെൻറ്റ് എന്താണ്, കോമ്പറ്റീറ്റീവ് എൻവയോൺമെൻറ്റ് എന്താണ്, നാച്ചുറൽ എൻവയോൺമെൻറ്റ്, അതിൻ്റെ ഡിഗ്രഡേഷൻസ്, എഫക്റ്റ്, അതിൻ്റെ ചലഞ്ചസ്, അതേപോലെ തന്നെ എന്താ പറയുക നമ്മളെ ജിയോഗ്രാഫിക് എൻവയോൺമെൻറ്റ്, അതിൻ്റെ നീഡ്, ഇമ്പാക്റ്റ്, പിന്നെ ഡെമോഗ്രാഫിക് എൻവയോൺമെൻറ്റ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഇതൊക്കെയാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.